ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ടെ. അപ്പം നമുക്കിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനക്കുടത്തിന് പോകുന്നതാണ്. എരുമേലി, ചന്ദനക്കുടം, പേട്ടകെട്ട് അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകുന്നതാണേ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കുറേ 1 കിലോമീറ്റർ പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ATM കയറുവാണേ. അപ്പം ATMിലൊക്കെ കയറിയിട്ട് തിരിച്ചു വന്നു. നമുക്ക് അവിടെ നിന്ന് ഒരുപാട് നടന്നു പോകണം. അപ്പം വണ്ടി ഒരുപാട് ദൂരെ ഇട്ടതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പം ഞാനും മോളുമാണ് മുന്നിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ബാബര് പള്ളിയൊക്കെ എത്ര അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല രസമുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഒരു 9 മണിക്ക് ശേഷമാണ് രാത്രി നമ്മളവിടെ ചെന്നത്. നല്ല രസമില്ലേ, നല്ല ഭംഗിയായിരുന്നു അലങ്കരിച്ചിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറണമല്ലോ, അതിനായിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോവുകയാണേ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് വീഡിയോ പിടിക്കുന്നതാണ്. നല്ല തിരക്കായിരുന്നു. അയ്യപ്പന്മാരുടെയൊക്കെ നല്ല രസമായിരുന്നു. അയ്യപ്പ ഭക്തിഗാനം 2-3 കേട്ടെ. കാനനവാസ കലിയുഗ വരദ എന്നുള്ള പാട്ട് എവിടെ കേട്ടാലും ഞാൻ എന്തായാലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകും. എനിക്കതുപോലെ ഇഷ്ടമുള്ളൊരു പാട്ടാണത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ടിട്ട് നമ്മൾ അമ്പലത്തിനകത്തേക്ക് തൊഴാൻ പോവുകയാണേ. അപ്പോൾ ആനയുള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നൊരു കൊച്ചിന് പിന്നെ ഭയങ്കര പേടിയാണ്. അപ്പം മോള് മാറി നിന്നുകൊണ്ട് ഞങ്ങളും മാറി നിന്ന് തൊഴേണ്ടി വന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 1 മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം വീട്ടിൽ ചെല്ലാറായിട്ടുണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാവേ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ 4 പേരും, ചേട്ടനില്ലേ, അപ്പം ഞങ്ങൾ 4 പേരും കൂടെ നമ്മുടെ പേട്ടതുള്ളലിന് കാണാനായിട്ട് എരുമേലിയിലേക്ക് പോവാം. അപ്പം സൺഡേ ആയതുകൊണ്ട് ഒരു കാര്യം, ബസ്സില്ലായിരുന്നു. പെട്ടു എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഭഗവാൻ അങ്ങനെ നമ്മളെ കൈവിടില്ലല്ലോ. ഒരു ഓട്ടോ എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് തിരിച്ച് വന്നൊരു റിട്ടേൺ ഓട്ടോ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തി. ഞങ്ങൾ ആ ഓട്ടോയിൽ അങ്ങനെ എരുമേലിക്ക് ഇപ്പുറം നമ്മുടെ ബാവരുപള്ളിയുടെ അവിടെ നിന്ന് ഒരു 10 മീറ്റർ ഇപ്പുറത്ത് മാറി വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണപ്പരുന്തൊക്കെ പറക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണമല്ലോ. ഞങ്ങളങ്ങനെ അമ്പലത്തിനടുത്ത് ചെന്ന് നിൽക്കുവാണേ. കാരണം വീട്ടിൽ നിന്ന് അനിയത്തിയും ചേച്ചിയും ഒക്കെ വരുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ഒരു 10 മിനിറ്റിനുള്ളിൽ അവർ വന്നു. ഞങ്ങളെല്ലാവരുടെ കൂടി എന്നാലും ഒരുമിച്ച് നമ്മുടെ പ്രസാദകൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണേ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിവിടെ വരുമ്പോൾ ആലങ്ങാട്ട്, അമ്പലപ്പുഴ അങ്ങനെയുള്ള സദ്യകൾ കഴിക്കാതെ പോകത്തില്ലേ. അപ്പോൾ അമ്പലപ്പുഴ പായസമൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ ക്യൂവിൽ നിൽക്കുവാണ്. ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും ഞങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. പായസമൊക്കെ കുടിച്ച് വെളിയിറങ്ങി. അനിയത്തിയൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ മോനൊരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരങ്ങ് പോയേ. പക്ഷെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ 3:30 ആയപ്പം അമ്പലപ്പുഴക്കാരുടെ പരിപാടിയും പ്രോഗ്രാമും എല്ലാം കാണണമല്ലോ. അല്ലാതെ നമ്മൾ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. തിടമ്പെഴുന്നള്ളെന്നൊക്കെയാണിത്. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആനയെ പേടിയുള്ളവർ കൂടെ ഉണ്ട്, എന്നാലും മാറി നിന്നെല്ലാം കണ്ട് അങ്ങനെ ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്നേ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കൊട്ടും ഉണ്ടേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാറായി. ഞങ്ങൾ 5:30 കൂടി വീട്ടിൽ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.